ഇഫ്താർ സ്പെഷ്യൽ സമ്മർ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ കൈ രാവിലെ തന്നെ തല കളിച്ചപ്പോ ഒരു കുന്നെണ്ണ തലയിൽ കഴിഞ്ഞ പോലെ ഈ സമയത്ത് നമ്മൾ ഇഷ്ടം പോലെ ജ്യൂസ് റെസിപ്പി ഉണ്ടാക്കിയേക്കണ് അതിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ആയത് നമ്മുടെ മിൻലൈം ആട്ടോ 136 കേക്കായി. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയ എല്ലാവർക്കും നന്ദി. നമ്മുടെ അവിടെ തണ്ണിമത്തിന് 5 കിലോക്ക് 100 ആട്ടാ. നിങ്ങളുടെ അവിടെ എത്രയെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. കത്തിയിട്ട് മുറിക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടോ, ലുക്ക് മാത്രമേ ഉള്ളൂ, മൂർച്ചയില്ലാന്ന്. മൂർക്കനയുടെ ഇടയിൽ ക്യാമറയിലുള്ളിൽ കൂടെ കാണാനുള്ള ഭംഗിയൊന്നും ഞാൻ നോക്കിയില്ല. വാട്ട് എസ്തെറ്റിക് ഷോട്ട് എങ്ങനെ സാധിക്കുന്നു ഡിവി. തണ്ണിമത്തം മുറിക്കാൻ പ്രത്യേക തരം ടൂളൊക്കെ ഉണ്ട് ഗൈസ്. അത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ കളി. സ്റ്റാർ പാർട്ടിക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അവര് ഇംപ്രസ്ഡ് ആവും. ഒറ്റ നോട്ടത്തെ കാണുമ്പോൾ ചെമ്പരത്തി വിരിഞ്ഞിക്കണ പോലെ ഉണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ വളരെ എളുപ്പമുള്ള ഒരു വാട്ടർമെലൺ ഡ്രിങ്ക് കേട്ടോ. തണ്ണിമത്തന്റെ ഒരു പീസ് കിട്ടിയ പിന്നെ എനിക്ക് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം വരില്ലാന്നേ. ഇതൊക്കെ റസല്ലേ. പക്ഷേ എന്തായാലും അമ്മയുടെ ഈ ടൂളിനെ കുറിച്ച് പറയാട്ടോ. 334 രൂപയായിട്ടാ വരുന്നത്. എന്തായാലും ഈ സാധനത്തിന്റെ ബ്ലേഡ് ഒക്കെ നല്ല ഷാർപ്പാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. ഇനി നമ്മുടെ ജ്യൂസ് ഉണ്ടാക്കാം. നമ്മുടെ വാട്ടർമെലൻ ഒരു 3-4-5 പീസ് എടുത്തോ. പിന്നെ ഒരു കപ്പ് പാലിലോട്ട് ലേശം കണ്ടൻസ്ഡ് മിൽക്ക്, 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഐസ് ഇടാൻ മറക്കരുത്, എന്നാൽ അതിന്റെ ഒരു ഗുമ്മ് കിട്ടും. ഈ ഡ്രിങ്കിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. എന്തായാലും മുഹമ്മദ് ഖാ സർബത്ത് ഉണ്ടാക്കാനാണ് നോക്കിയത്. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോ വാട്ടർമെലൻ റോസ് മിൽക്ക് ആയിരുന്നേ. ഒരു അടക്കം ഇട്ട് അടിച്ചോണ്ട് നന്നായി ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാൻ മറക്കരുത് കേട്ടോ. ആൻഡ് ഫൈനലി 2-3 കട്ട ഐസ് കൂടി ഇങ്ങോട്ട് എടുത്തിട്ട്, ഐസ് മസ്റ്റ് ആണ്, അത് സ്കിപ്പ് ആക്കരുതിട്ടാ. ആൻഡ് നമ്മുടെ വാട്ടർമെലൻ റോസ് മിൽക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. കുടിച്ച് നോക്കിയപ്പോണ്ടല്ലോ ഒരു സിപ്പിലേക്ക് നിർത്താൻ പറ്റുന്നില്ല ഗൈസ്. അങ്ങനെ ഞാൻ കുടിച്ചോണ്ടിരിക്കുന്നു. സൂപ്പർ ഡാ. അപ്പൊ ഈ സമ്മറിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പൊ ഓക്കെ, ബൈ.